അങ്ങനെ അപ്പോൾ ഇവര് സിബിമലയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജഗദീഷ് സിബിമലയെ ഫോൺ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു എൻ്റെ ഒരു കഥയുണ്ട്, അത് ഞാൻ ശ്രീനിവാസനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു ഞാനത് ഡെവലപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സിബിമലയിൽ ജഗദീഷിന്റെ അടുത്ത് പറഞ്ഞിട്ട് ആ കഥ കേട്ടു. അപ്പൊ ആ ജഗദീഷ് പറഞ്ഞ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാട്, ആ നാട്ടിലൊരു ഫയൽമാൻ ഉണ്ട്, അയാൾക്കൊരു മകളുണ്ട്. അവിടെ ഒരു പാരൽ കോളേജിലേക്ക് ഒരു അധ്യാപകനായിട്ട് ഒരു ചെറുപ്പക്കാരൻ വരുന്നു. ഒരു പ്രേമവും കാര്യങ്ങളും നമ്മളിപ്പോൾ ആ സിനിമ കണ്ടിട്ടുള്ള പോലെ ഗുസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ശ്രീനിവാസൻ ആ സിനിമയിൽ പാരൽ കോളേജ് എന്നുള്ളത് മാറ്റി. എന്നിട്ട് ശ്രീനിവാസൻ ആണ് ഇതില് ആ പോസ്റ്റ് ഓഫീസ് ഒരു പോസ്റ്റ് മാസ്റ്റർ ഉള്ള ക്യാരക്ടറൊക്കെ കൊണ്ടുവന്നു. ഈ പെൺകുട്ടീനെ ഒരു മമ്മൂട്ടി ഫാനായി കത്ത് അത് ശ്രീനിവാസന്റെ ഐഡിയ. ഇത് ഈ അടുത്ത് രേഖാചിത്രം ഇറങ്ങിയപ്പോ അതിന്റെ പ്രൊമോഷൻ സമയത്തൊക്കെ ജഗദീഷ് അതായത് എന്റെ ഒരു മൂലകഥ മാത്രമേ ഞാനുള്ളൂ, ബാക്കിയൊക്കെ ശ്രീനി കൊണ്ടുവന്നാന്ന് പറഞ്ഞു. പക്ഷെ അതാണ് ആ ഒരു ചെറിയൊരു മാറ്റമാണെങ്കിലും ആ ഒരു മാറ്റം വൻ ഒരു വ്യത്യാസമാണ് ആ സിനിമയിലേക്ക് മൊത്തത്തിൽ വന്നത്. ഒരു ഇമ്പാക്ട് മാറി അല്ലേ? അപ്പൊ ഇത് വളരെ പെട്ടെന്ന് ഇവർക്ക് സ്ക്രിപ്റ്റ് ഒക്കെ ആയിട്ട് ഇവർക്ക് ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അപ്പൊ ഇവര് മുത്താരംകുന്ന് സാമിയുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കേണ്ട ഇവര് ലൊക്കേഷൻ കണ്ടിനിറങ്ങി. ഇവര് ലൊക്കേഷനായിട്ട് പോയത് കൊട്ടാരക്കര ഏരിയയിലാണ് പറ്റിയ സ്ഥലം. അപ്പൊ അന്ന് നമ്മുടെ ഗണേഷ് കുമാർ കൊട്ടാരക്കര പത്തനാപുരം ആ ഒരു ഏരിയയില് ഗണേഷ് കുമാർ മന്ത്രി ഒന്നുമല്ല, പക്ഷെ പുള്ളി സിനിമാക്കാരുടെ ഉറ്റ സുഹൃത്താണ്. നമുക്കറിയാം ഗണേഷ് കുമാറിന്റെ അച്ഛൻ മന്ത്രി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലാലേട്ടന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ സിനിമാക്കാരെയൊക്കെ ഇട്ട് ഗണേഷ് കുമാർ നല്ല സൗഹൃദമാണ്. അപ്പൊ ഗണേഷ് കുമാർ സിബിമലയുടെ അടുത്ത് പറഞ്ഞു എന്റെ നാട്ടിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു സ്ഥലമുണ്ട്, ഞാൻ ലൊക്കേഷൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എനിക്കൊന്ന് ഗണേഷ് കുമാറിന്റെ തറവാട് വീട് അവിടെ ബാലകൃഷ്ണ പ്രസാദ് എന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഏതൊരു സ്റ്റാഫിനെ കൂടെ വിട്ടിട്ട് ഇവർക്ക് വേണ്ട, അതായത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ ഒരു കവല ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അങ്ങനെ അവിടെ ആ സ്ഥലം ഫിക്സ് ചെയ്തു ഇവരെല്ലാം. പിന്നെ മുകേഷ്, ലിസി, നെടുമുടി വേണു, ഇങ്ങനെ എല്ലാം ഇവർ പ്ലാൻ ചെയ്തു. അപ്പൊ ഇതിൽ അവസാനം ഒരു ഗുസ്തിക്കാരൻ വരുന്നുണ്ട്. അപ്പൊ ഇവര് ശരിക്കും ശ്രീനിവാസ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നപ്പോ ദാരാസിംഗിനെ പോലെ ഒരാൾ എന്നാണ് സ്ക്രിപ്റ്റിൽ എഴുതിയത്. അപ്പോ അവസാനം ഇവര് പറഞ്ഞു നമുക്ക് ശരിക്കും ദാരാസിംഗിനെ തന്നെ വിളിച്ചാലോ. അപ്പോൾ ആര് പോയി സംസാരിക്കും, പുള്ളി അത് വലിയ തിരക്കുള്ള ആളല്ലേ എന്ന് പറഞ്ഞപ്പോൾ ജഗദീഷാണ് ബോംബെ പോയിട്ട് താരാസിംഗിനെ കൺവിൻസ് ചെയ്തിട്ട്, എനിക്ക് തോന്നുന്നു അന്ന് 25,000 രൂപ എന്തോ കൊടുത്തിട്ട്, ആ സിനിമയുടെ ബഡ്ജറ്റ് 5 ലക്ഷത്തിന് താഴെ, പക്ഷെ അത്ര റെമ്യൂണറേഷൻ കൊടുത്തിട്ട് ദാരാസിംഗിനെ കൊണ്ടുവന്നു. പിന്നെ ദാരാസിംഗ് വന്നിട്ട് പുള്ളി വളരെ ഫ്രീ ആയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അതിലെ ക്ലൈമാക്സ് ശരിക്കും ഈ ദാരാസിംഗ് തോറ്റു കൊടുക്കണമായിട്ടായിരുന്നു ആദ്യം എഴുതിയത്. പക്ഷെ ദാരാസിംഗ് പറഞ്ഞു അത് ശരിയല്ല, കാരണം അത് എന്റെ ജോലിയോട് എത്തിക്സിനോട്, എന്നിട്ട് എനിക്കൊന്ന് ദാരാസിംഗിന്റെ കൂടി കോൺട്രിബ്യൂഷൻ ആയിരിക്കും. ദാരാസിംഗ് ആണ് ജയിക്കുന്നത്, പക്ഷെ അവര് നായകനും അദ്ദേഹം ഒന്നിപ്പിക്കുന്ന രീതിയിലേക്ക് സ്ക്രിപ്റ്റ് ഒക്കെ മാറ്റി എഴുതിച്ചത്. അപ്പോൾ അത് ശരിക്കും സിനിമയിലെ ആദ്യത്തെ സിനിമയായിരുന്നു അത്. ഇതില് ഭയങ്കര രസകരമായിട്ടുള്ള വേറെ കുറെ കാര്യം. ജഗദീഷ് ഇതില് ഒരു സൈക്കിൾ മെക്കാനിക്കായിട്ട് ഫ്രണ്ടായിട്ട്, മുകേഷിന്റെ ഫ്രണ്ടായിട്ട് അഭിനയിക്കുന്നുണ്ട്. ശ്രീനിവാസൻ ഇതിൽ ഒരു പോസ്റ്റ്മാന്റെ ക്യാരക്ടർ. എനിക്കോട് ശ്രീനിവാസന്റെ ഒക്കെ പല കഥാപാത്രങ്ങളും അധികം ചർച്ച ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ്. അതായത് പോസ്റ്റ് മാസ്റ്റർ ആയിട്ട് മുകേഷാണ്, ശ്രീനിവാസൻ പോസ്റ്റ്മാനാണ്, പക്ഷെ യൂണിഫോം ഒന്നും ഇടില്ല. അതായത് പോസ്റ്റ് മാസ്റ്ററെക്കാട്ടും ചാടയാണ്. പോസ്റ്റ് മാസ്റ്റർ എടുത്ത് ഭയങ്കര ചാടയില്ല, അത് നിങ്ങളെക്കാട്ടും സീനിയോറിറ്റി എനിക്കാണ്, നിങ്ങൾ നാളെ പോയ ഈ കസേരയിൽ ഞാൻ ഇരിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ്, അതായത് ടീഷർട്ടും ജീൻസൊക്കെ ഇട്ട് നടക്കണം, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഒരു ചെത്ത് ക്യാരക്ടറാണ് ശ്രീനിവാസന്റെ ക്യാരക്ടർ. അതിൽ മുകേഷിന്റെ ക്യാരക്ടർ ദിലീപ് കുമാർ എന്ന് പറഞ്ഞിട്ട് ഉള്ള ക്യാരക്ടറാണ്. ഈ ശ്രീനിവാസന്റെ ക്യാരക്ടറിന്റെ പേര് മറന്നു. ഇതേപോലെ എന്തോ രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതില് മറ്റൊരു ക്യാരക്ടറാണ് ഒരു 2 സഹോദരങ്ങൾ ചായക്കട നടത്തണം, നകുലനും സഹദേവനും, വി ഡി രാജപ്പനും നമ്മുടെ ജഗദീഷ് ശ്രീകുമാറുമാണ്. അതായത് ഇവര് രണ്ടുപേരും 2 ബ്രദേഴ്സാണ്, പക്ഷെ രണ്ടുപേരും 2 ഹോട്ടൽ നടത്തുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളി, അതായത് ഒരാളുടെ ഹോട്ടൽ തകർക്കാൻ വേറെ ആളുടെ കാശ് കൊടുത്തിട്ട് ഉപ്പോ പഞ്ചസാര എന്തൊക്കെ കൂടുതലിടുക, അങ്ങനെയുള്ള തരികട പരിപാടികൾ. ഇതേപോലെ പോസ്റ്റ് മാസ്റ്ററുടെ അടുത്ത് പോയിട്ട് ഒരാള് ചേട്ടൻ അനിയന് തൃക്കത്ത് എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യുക, അനിയൻ നേരെ തിരിച്ച്, അങ്ങനെയുള്ള രസകരമായിട്ടുള്ള ഈ കവലയൊക്കെ ശരിക്കും അവർക്ക് ഈ ഹോട്ടലൊക്കെ നിൽക്കുന്ന സ്ഥലമൊക്കെ കറക്റ്റായിട്ട് സിബിമലയിൽ ലൊക്കേഷൻ കിട്ടിയെന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സിനിമ സംഭവിച്ചത്. പക്ഷെ ആ സിനിമ ശരിക്കും അന്ന് അങ്ങനെ ഒരു വൻ വിജയമൊന്നും ആയില്ല എന്നുള്ളതാണ്. പക്ഷെ ആ സിനിമ ഇപ്പൊ ആഘോഷിക്കുന്നല്ലേ, ഇപ്പൊ എല്ലാരും വളരെയധികം ആഘോഷിക്കുന്ന സിനിമയാണ്.